പുരുഷന് പുരുഷനെയോ അല്ലെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയെയോ വശീകരിക്കാൻ സാധിക്കില്ല. സാധിക്കും സാധിക്കും. അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് എന്തിനെയാണോ നമുക്ക് ആഗ്രഹം, ആ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി നമ്മൾ വശ്യം ഉപയോഗിക്കണം. ദേഷ്യമല്ല അവിടെ, അടുപ്പാണ്. അപ്പൊ അത് നല്ല രീതിക്കും ചെയ്യാം, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് വശ്യം ചെയ്യാം. അതുപോലെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വശ്യം ഉപയോഗിക്കാൻ മന്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ശരിക്കുള്ള ഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സ്വയം ആകർഷണം ഉണ്ടാകും. പക്ഷെ അയലോകത്തെ ചേച്ചിയെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒട്ടും ചേരാത്ത ഒരു പയ്യൻ വന്നിട്ട് ആ വശ്യം വേണമെന്ന് പറഞ്ഞാലും മന്ത്രങ്ങൾ അപ്പോഴും തുല്യാണ്. ഉപയോഗിക്കുന്ന ആയുധം ഒന്നാണ്. അതുപോലെ നമുക്ക് ധനത്തെ വശീകരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ധനാകർഷണ മന്ത്രങ്ങളുണ്ടല്ലോ, ഗണപതി വശ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധി, അതായത് നമ്മളെ കൊണ്ട് പറ്റാത്ത അല്ലെങ്കിൽ നമുക്കും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കണം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറായ ശ്രീമതി ജ്യോതി സത്യനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരം. തന്ത്രശാസ്ത്രങ്ങളിലും ആത്മീയതയിലുമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് വശ്യം. ഈ വശ്യം ശരിക്കും ഉള്ളതാണോ? തീർച്ചയായും ഒരാളെ വശീകരിക്കാൻ പറ്റുമോ? വശീകരിക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഈ ഷഡ്കർമ്മങ്ങൾ ഒന്ന് തന്നെയാണ് വശ്യവും. മോഹനം വശ്യം എന്നൊക്കെ പറയുന്നു. മോഹിപ്പിക്കുക, വശീകരിച്ചു കൊണ്ടുവരിക നമ്മളിലേക്ക്. ആരിലാണോ ചെയ്യുന്ന അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വരും. അപ്പൊ അത് നല്ല രീതിക്കും ചെയ്യാം, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് വശ്യം ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ദമ്പതികൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കുക, അവരെ തമ്മിലൊന്ന് ഇണക്കി ചേർക്കാൻ വേണ്ടിയിട്ട് അവരെ കുടുംബക്കാർ വന്നിട്ട് ഒരു വശ്യം ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്താൽ നഷ്ടമൊന്നുമില്ല. അത് നല്ലതാണ്, നല്ലൊരു കാര്യമാണത്. അപ്പം പോസിറ്റീവായിട്ടും നമുക്ക് ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. നെഗറ്റീവായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളോടൊപ്പം വരാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില കേസിലൊക്കെ പ്രായവ്യത്യാസം, അവരുടെ ലെവൽ വ്യത്യാസം, അങ്ങനെ പല രീതിയിലുണ്ടാകാം. സാമ്പത്തികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ കുടുംബക്കാരെ ആയിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർ അതൊന്നും അങ്ങനെ നോക്കുന്നില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ പോകും, അങ്ങനെ തന്നെ പോകും. പക്ഷേ ഈ കുടുംബത്തിലുള്ളവർക്ക് അത് സാമ്പത്തിക ഇതൊക്കെ വരുമല്ലോ, നോക്കുമല്ലോ. അതൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ അവരെ പിരിച്ചു കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒക്കെ ശ്രമിക്കും. പക്ഷേ ഇവര് തമ്മിൽ വശ്യം ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അവര് തമ്മിൽ ഒരു വശ്യത്തിന്, ചെറുക്കൻ പെണ്ണിനെ വശീകരിച്ചിട്ട് ഇഷ്ടമില്ലാതെ പോയതാണെങ്കിലും ചിലപ്പോൾ അവനെ എന്തെങ്കിലും രീതിയിൽ വശകർമ്മങ്ങൾ ചെയ്തിട്ട് അടുപ്പിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ ആ വശ്യമുള്ളിടത്തോളം കാലം അതിനെ കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരാം. പിന്നെ നെഗറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. ഇപ്പൊ നമുക്ക് തമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ആ സ്ത്രീക്ക് ചിലപ്പോൾ ഭർത്താവ് ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷെ അവരെ ഏതെങ്കിലും രീതിയിൽ ഇയാൾക്ക് കിട്ടിയേ മതിയാകും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അനീതിയാണ് സത്യം പറഞ്ഞ. ആ സ്ത്രീക്ക് ചിലപ്പോൾ ഇവരോട് ഒട്ടും താല്പര്യം, പക്ഷെ ഇയാൾക്ക് അഭിനിവേശമാണ് അവരോട്. അപ്പൊ അത് ചെയ്ത് എങ്ങനെ വില കൊടുത്തും അവരെന്റെ രീതിയിലേക്ക് വരണം. ചിലപ്പോൾ അയാൾ ബോസ് ആകാം. അപ്പൊ താഴെയുള്ള നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഇയാളെ ഒരുപാട് ഒരു പരിധി വിട്ട് എതിർക്കാനൊന്നും പറ്റൂല. പക്ഷെ അവര് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇയാൾ പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ട് ഇങ്ങനെ വശ്യം ചെയ്ത് അവര് ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകരുത്, എനിക്ക് വിധേയമായി നിൽക്കണം, ഞാൻ വിളിക്കുന്നിടത്ത് വരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവര് എഗ്രി ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വശ്യം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരാളുടെ മനസ്സിനെയോ അല്ലെങ്കിൽ ചിന്തകളെയോ നമ്മുടെ ഭാഗത്തേക്ക് വശീകരിച്ചെടുക്കുന്നതിനാണ് അയാളുടെ ചിന്തകളെ, അയാളുടെ മനസ്സിനെ, അയാളുടെ ആഗ്രഹങ്ങളെ, അതെ ഇയാളുടെ ആഗ്രഹങ്ങളിലായിട്ട് കൊണ്ടുവരിക. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ പൊതുവിൽ പറയുമ്പോ ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ വരും. ഒരു പുരുഷന് പുരുഷനെയോ അല്ലെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയെയോ വശീകരിക്കാൻ സാധിക്കും. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ട് പുരുഷന്മാര് തമ്മിൽ പ്രേമം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അങ്ങനെയുള്ളവര് ചോദിച്ചിട്ടുണ്ട്. അയാൾ വിട്ടുപോകുന്ന ആർക്കാണോ സങ്കടം, അതായത് എന്തിനെയാണോ നമുക്ക് ആഗ്രഹം, ആ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി നമ്മൾ വശ്യം ഉപയോഗിക്കണം. ദേഷ്യമല്ല അവിടെ, അടുപ്പാണ്. അതെ. അതുപോലെ വർക്ക് സ്പേസുകളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടൊന്നും കുഴപ്പമുള്ളതല്ല. പക്ഷെ ഇത് നെഗറ്റീവ് തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ വശ്യം ചെയ്ത വ്യക്തി അടിമയെ പോലെ നിൽക്കും മറ്റവര്.
അതായത് സ്വന്തം ഇച്ഛയ്ക്ക് അനുസരണമല്ലാതെ ഉം. അവർ ഇയാൾക്ക് വിധേയയായി പോവുകയാണ് പലപ്പോഴും. അപ്പൊ ആ ആള് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ആ നിമിഷം വരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇനി അവൻ വിളിച്ചാൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ അയാൾ അടുത്ത് വരുന്നു, നമ്മളോട് പറയാണ് വരൂ എന്ന് പറയുമ്പോൾ ഒറ്റ അക്ഷരം മിണ്ടാതെ അങ്ങ് പോകും. അതെ. അതാണ്, അതൊക്കെ ആ ഒരു ശക്തിയാണ്, വശ്യമന്ത്രങ്ങളുടെ ശക്തിയാണത്. ഇതൊരു മന്ത്രം കൊണ്ടാണോ അതൊരു ക്രിയയാണോ? ക്രിയയുണ്ട്, മന്ത്രമുണ്ട്, കുറിക്കൂട്ടുകളിൽ മന്ത്രങ്ങൾ ചേർത്ത് കുറി തൊട്ട് പോകുന്ന അങ്ങനെയുണ്ട്, ഏലസായിട്ട് ധരിക്കുന്നുണ്ട്, നമ്മൾ സ്വയം ഏലസായിട്ട് ധരിച്ചും കൊണ്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് അങ്ങനെയുമുണ്ട്. അപ്പൊ ഇത് പല രീതിയിലും. അതുപോലെ ചില കല്ലുകൾ വശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഓറ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മളിലേക്ക് ആകർഷണം ഉണ്ടാക്കാൻ, നമ്മളിലെ ഓറ പോസിറ്റീവ് ആക്കി എക്സ്പാൻഡ് ചെയ്ത് അത് നമ്മളിലേക്ക് ഒരു വശ്യത കൊണ്ടുപോയി. ചില വ്യക്തികളെ നമ്മൾ വെറുതെ ഒരിക്കൽ പോലും കാണാത്ത ഒരാളാണെങ്കിൽ നമുക്കൊരു ബഹുമാനവും ഒരു ആകർഷണവും വീണ്ടും ഒന്നും കൂടി കാണണമെന്നൊരു തോന്നലും ഒക്കെ വരും ചിലരില്. അതൊക്കെ ഇങ്ങനെയാണ്. അതുപോലെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വശ്യം ഉപയോഗിക്കാന്ന് മന്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമ്മള് പോസിറ്റീവായിട്ട് നമ്മളെ ഓറ ശുദ്ധീകരിച്ച് നമ്മള് ശരിക്കുള്ള ഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സ്വയം ആകർഷണം ഉണ്ടാകും. ഇപ്പൊ ദേവി മഹാത്മ്യം നിരന്തരമായിട്ട് നമ്മളത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി, അവർക്ക് ഭയങ്കര ഒരു ചൈതന്യം ഉണ്ടാവും. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് അവർക്കും അതുപോലെ ഒരു വശ്യത വരും, ഒരു ആകർഷണത ഉണ്ടാവും. അത് പിന്നെ നമുക്ക് അവരുടെ ആ ഓറയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്കൊരു വല്ലാത്തൊരു, അവർക്ക് നമ്മളൊരു ആരാധന വരും അവരോട്, ഒരു പവർഫുൾ ആകും നമ്മള്. അപ്പൊ ആ ഒരു അങ്ങനെയൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാം നമുക്ക്. പക്ഷെ അയലോകത്തെ ചേച്ചിയെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒട്ടും ചേരാത്ത ഒരു പയ്യൻ വന്നിട്ട് ആവശ്യം വേണമെന്ന് പറഞ്ഞാലും മന്ത്രങ്ങൾ അപ്പോഴും തുല്യാണ്. മനസ്സിലായ? ഉപയോഗിക്കുന്ന ആയുധം ഒന്നാണ്, അതെന്തിനു ഉപയോഗിക്കുന്നത് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ആയുധം ഒന്നാണ്. മന്ത്രങ്ങൾ പവർഫുൾ ആണ്. അതിപ്പോ ചേച്ചിയെ വശീകരിക്കാനാണെങ്കിലും നല്ലൊരു കാര്യത്തിന് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ശാശ്വതമായൊരു ആകർഷണം നിലനിൽക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ചില സ്ത്രീകൾ ചിലർ വന്നിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ വിവാഹത്തിന് വരുമ്പോഴേ ഈ പെൺകുട്ടി പല പെണ്ണ് കാണലുകൾ വന്നാലും ഒന്നിലും വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പോവുക, റിജക്റ്റ് ആയി പോവുക, കണ്ടു കഴിയുമ്പോ വേണ്ടാന്ന് പറയാ. അപ്പൊ ചിലപ്പം ഇടുക്കിയായിരിക്കും, പക്ഷെ ആ നോക്കുന്ന മാത്രയിൽ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ അത് പോകും. അങ്ങനെയുള്ളപ്പോ നമുക്കൊരു മുഖവശ്യമൊക്കെ കൊടുക്കും. അപ്പൊ അയാൾ നോക്കുമ്പോ ചിലപ്പോ ഇത് മതി എന്നൊരു തോന്നലുളവാക്കുക. അപ്പൊ അവിടെ മന്ത്രങ്ങളും ചെയ്യുന്ന രീതികളും ഒക്കെ ഒന്നായിരിക്കും, എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ നമുക്ക് ധനത്തെ വശീകരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ധനാകർഷണ മന്ത്രങ്ങളുണ്ടല്ലോ, അത് കുബേരമന്ത്രം അതുണ്ട്, അങ്ങനെ വശ്യം, പിന്നെ ഗണപതി വശ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഷോപ്പൊക്കെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ക്ലയൻസിനെയൊക്കെ വശീകരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന യന്ത്രങ്ങൾ വെക്കുന്നവരുണ്ട്, ബിസിനസ്സുകാർ ഉറപ്പായിട്ടും ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ഷോപ്പായാലും നമ്മൾ അങ്ങനെ ചെയ്യും. തീർച്ചയായിട്ടും ഒരു ആകർഷണം വേണ്ടേ എന്തായാലും നമ്മളിലേക്ക്. അപ്പൊ അതൊക്കെ പണ്ട് കാലങ്ങളിലും ചെയ്തിരുന്നു, ഇപ്പൊ കൂടുതലായിട്ടും അത് ചെയ്യുന്നവരുണ്ട്. ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇന്ന ഇക്വേഷനിൽ നിർത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ. 1+1=2 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇക്വേഷനാണ് ജീവിതം. നമുക്ക് ഒരാളുടെ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് മറ്റൊരാളുടെ ജീവിതം. അപ്പൊ നമുക്ക് എവിടെയും സക്സസ് ആകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ഏത് തലത്തിൽ നിൽക്കുന്നവരും ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു ചെറിയ ഇതാണ്, ഇതൊക്കെ നല്ലത് തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഉന്തിന്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധി, അതായത് നമ്മളെ കൊണ്ട് പറ്റാത്ത അല്ലെങ്കിൽ നമുക്കും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശക്തി, അത് നമുക്ക് നമ്മുടെ പ്രോഗ്രസ്സിന് തുണയായി വരും എന്ന് നമുക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കണം? വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്ത് നമ്മൾ നല്ലതായിരിക്കണല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നും. പക്ഷെ ഈ ആഭിചാരം അതുപോലുള്ള വശ്യത്തിന്റെ മറ്റൊരു ഭാഗമൊക്കെ ഈ അരുതാത്തതിലേക്ക് നമ്മൾ വശ്യം കൊണ്ടുവരുമ്പോഴാണ് അത് ചെയ്യുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ചെയ്യിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൽ നട്ടം തിരിഞ്ഞ് നടക്കും പിന്നെ കുറെ കാലം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. വശ്യം അതുപോലെ ഈ ആഭിചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വശ്യം, അത് നമുക്ക് ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു സൊല്യൂഷൻ? അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇതുപോലെ തന്നെ നമ്മൾ മാറ്റണം. തന്ത്രങ്ങൾ കൊണ്ട് ഇതിനെ ആ ബന്ധം മാറ്റണം. ചിലർ ഉള്ളിലേക്ക് കൈവശം പോലെ തന്നെ വശ്യമന്ത്രങ്ങൾ കൈവശം കൊടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വിഷം ഇറക്കണം.
അതെ. ദേഹം ശുദ്ധീകരിക്കണം. ഉം, ഉം. ഇപ്പൊ ഈ കൈവശമാണ് വശീകമായിട്ട് തരുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ വ്യക്തി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പറ്റി നമുക്ക് ദേഷ്യമൊന്നുമില്ല. ഉം. അയാൾക്കൊരു അതായത് വിധേയം നമ്മള് അന്ധമായിട്ട് അയാളെ അങ്ങ് വിശ്വസിക്കും. വിശ്വസിക്കും. ഉം, ഉം. ചിലരുണ്ട് കയ്യിൽ നിന്ന് പൈസയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഉം. പൈസയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അപ്പൊ ഇയാൾ ആ ലക്ഷ്യം എന്താണെന്നുള്ളത് പറയണം. ഉം, ഉം. എന്തിനെയാണ് വശീകരിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത്. ഉം. ആ മന്ത്രം ഉപയോഗിച്ച് ആ അതായത് കടം കൊടുത്ത പൈസയാണോ അല്ല. ഉദ്ദേശിക്കുന്നത്? ആ. ഇപ്പൊ ഒരാൾ ഇപ്പൊ എലിസബത്ത് ഞാനും കൂട്ടാണ്. എലിസബത്തിന് നല്ല വരുമാനമുണ്ട്, എനിക്ക് അത്രയൊന്നും ഇല്ല. ഉം. പക്ഷെ ഇനി എലിസബത്തിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് എനിക്കും കൂടി അനുഭവിക്കണം. ആ, അത് ശരി. ആ. അത് എലിസബത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യരുത്. ഉം, ഉം, കടം ചോദിച്ച് ഞാൻ വിഷമിക്കില്ല. ഉം, ഉം, ഉം. മനസ്സിലായ? ഉം. എനിക്കത് അതില്ല. ഉം. പകരം എന്ത് ചെയ്യുന്നത്, നിനക്ക് ഇതിരിക്കട്ടെ. ഓ, ഓക്കെ ഓക്കെ. ഒരു ഡൊണേഷൻ പോലെ. അതെ, ഇതിരിക്കട്ടെ. ആ. ഇത് അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാം. ആ ഒരു രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് പിഴിഞ്ഞും കൊണ്ടേയിരിക്കും. ആ, ആ, ഓക്കെ. ഇതൊക്കെ ഉണ്ട്. അങ്ങനെയും ഉണ്ട് വശ്യത്തിൽ. അങ്ങനെയുണ്ട്. ആ, ആ. അതൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ജീവിതം മുഴുവനും തൊലിഞ്ഞു പോകും. ഉം. കാരണം ഇയാൾക്കൊന്നും ആകാൻ പറ്റില്ല. ഇയാളുടെ കയ്യിലുള്ളത് മുഴുവനും അയാളുടെ കയ്യിലേക്ക് പോകും. അയാൾ ചിലപ്പോൾ നന്നാകുകയും ചെയ്യും. ഉം. ശരിയാ. ഒത്തിരി ഉണ്ട് അങ്ങനെയൊക്കെ. ഉം. അതായത് പല രീതികളിൽ ഇത് ഉപയോഗിക്കാം. ഉം. പ്രണയത്തിൽ ഉപയോഗിക്കാം, ഉം. ദാമ്പത്യത്തിൽ ഉപയോഗിക്കാം, ഉം. പിന്നെ ഒരു ചതിയായ രീതിയിൽ ചതിക്കാൻ ഉപയോഗിക്കാം. ഉം. നമുക്ക് ആകാത്ത ഒരു വ്യക്തിയെ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒരു പാവ പോലെ ആക്കാം. അതെ. പിന്നെ അതായത് ഒരു നാണയത്തിന് രണ്ടു വശം ഉള്ളത് പോലെ ഇതിന് ഇതിലും ഉണ്ട്. രണ്ടു വശം തീർച്ചയായിട്ടും ഉണ്ട്. ശരി. ഉറപ്പായിട്ടും ഉണ്ട്.